ലോകത്തിന് മുന്നിൽ പുതിയ ഒരു മാതൃക എന്ന രീതിയിലൊക്കെ ഒരു സംഭവം അവതരിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് 2020യോട് ആളുകൾ ആഭിമുഖ്യം കാണിക്കാൻ തുടങ്ങുന്നത്. കാരണം നമ്മൾ സൗജന്യം കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഒരു പ്രയോഗമുണ്ടല്ലോ, OCI കിട്ടി ആസിഡ് വരെ കഴിക്കും എന്ന് പറയുന്ന ഒരു അതേ ഒരു സിസ്റ്റമാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഇതൊരു അരാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ള ഇതിനകം തന്നെ എല്ലാ ആളുകൾക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ സംഭവിക്കാൻ പോകുന്ന സ്ഥിതി കാലാകാലങ്ങളായി ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് നമുക്കറിയാം. ഈ സ്ഥലങ്ങളിലൊക്കെ BJPക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പോലും ഇല്ലാതാവുന്ന ചിത്രമാണ് ഉണ്ടാവുന്നതെന്നാണ്. ശുദ്ധമായി മലയാളം പറയാൻ അറിയുന്നില്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതേ രോഗം തന്നെയാണ് സാബു ജേക്കബിനും സംഭവിച്ചെന്നുള്ളത്. ഇദ്ദേഹം വെറും വ്യവസായി മാത്രമാണ്, ലാഭനഷ്ട കണക്കുകൾ മാത്രം കണക്കൂട്ടുന്ന ഒരു വ്യവസായിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇദ്ദേഹം മത്സരിക്കുന്നതും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ്. കാരണം 19 സ്ഥാനാർത്ഥികളെ നിർത്തി അദ്ദേഹം ഒരു പോരാട്ടം നടത്തുന്നത് വരും കാലത്ത് അദ്ദേഹത്തിന് രാജ്യസഭ അംഗമൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്കറിയാം. നമസ്കാരം. രാജേഷേട്ടാ, 2020യുടെ സാബു എം ജേക്കബ് പറയുന്നത് NDA സഖ്യം 80 സീറ്റ് നേടി കേരളത്തിൻ്റെ അധികാരം പിടിക്കും എന്നുള്ളതാണ്. അതുകൂടാതെ 2020യുടെ എല്ലാ സ്ഥാനാർത്ഥികളും, അതായത് അഖിൽമാരാർ അടക്കമുള്ള നേതാക്കന്മാർ അട്ടിമറി വിജയം നേടുമെന്നൊക്കെയാണ് പറയുന്നത്. രാഷ്ട്രീയത്തിൽ സാധാരണ ആത്മവിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ അണികൾക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഒക്കെ ഉന്നയിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് കടന്ന കൈയായി പോയില്ലേ എന്നൊരു തോന്നൽ നമുക്കിടയിലുണ്ട്. ഏറ്റവും ഒടുവിൽ 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൻ്റെ ഭരണം തങ്ങൾ പിടിക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ 2021 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടെ വെച്ച് കൂട്ടി വായിക്കുന്ന സമയത്ത്, അതുകൊണ്ട് ഈ സാബു എം ജേക്കബിൻ്റെ പല പ്രസ്താവനകളും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടോ എന്നെനിക്ക് സംശയം തോന്നി തുടങ്ങി. രാഷ്ട്രീയം അറിയാത്തതിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അറിയാത്തതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒരുതരം മാനസിക വിഭ്രാന്തിയുടെ ലക്ഷണമായി പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഈ സാബു എം ജേക്കബ്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യവസായശാല നല്ല വൃത്തിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ഒരു സംഘടന പ്രഖ്യാപിക്കുന്നു. ആ സംഘടനയുടെ പേരാണ് 2020. കിഴക്കമ്പലം പഞ്ചായത്തിലാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നിലനിൽക്കുന്നത്. കിറ്റക്സ് എന്ന സ്ഥാപനം നിലനിൽക്കുന്ന അവിടെയാണ്. ഈ പഞ്ചായത്തിൽ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം കുറേ മനുഷ്യന്മാരെ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് തൻ്റെ ഈ 2020 പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുകയും, അങ്ങനെ അദ്ദേഹം കിഴക്കമ്പലത്ത് തന്നെ ഒരു വളരെ ചെറിയ പൈസയ്ക്ക്, അതായത് 500 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് എന്നുള്ള ഒരു ധാരണയിൽ അവിടെ ഒരു സ്റ്റോർ ആരംഭിക്കുകയും അവർക്കെല്ലാം അവിടുത്തെ പഞ്ചായത്തിൽ അധിവസിക്കുന്ന എല്ലാവർക്കും കാർഡ് കൊടുക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം ഒരു ലോകത്തിന് മുന്നിൽ പുതിയ ഒരു മാതൃക എന്ന രീതിയിലൊക്കെ ഒരു സംഭവം അവതരിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് 2020യോട് ആളുകൾ ആഭിമുഖ്യം കാണിക്കാൻ തുടങ്ങുന്നത്. കാരണം നമ്മൾ സൗജന്യം കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഒരു പ്രയോഗമുണ്ടല്ലോ, OCI കിട്ടി ആസിഡ് വരെ കഴിക്കും എന്ന് പറയുന്ന ഒരു അതേ ഒരു സിസ്റ്റമാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഇതോടുകൂടി വലിയ മാതൃകയാണെന്നുള്ള രീതിയിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പിന്നീട് വലിയ വ്യാപകമായ ചർച്ചകൾ നടക്കുന്ന നമ്മൾ കണ്ടു. 2 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഈ പഞ്ചായത്ത് ആദ്യം കിഴക്കമ്പലം പഞ്ചായത്ത് പിടിക്കുന്നു, പിന്നെ മഴുവന്നൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങൾ 4 പഞ്ചായത്ത് പിടിക്കുന്നു. ഇത്തവണ അതിൽ ഒരു പഞ്ചായത്ത് പോയി, പക്ഷേ മറ്റൊരു പഞ്ചായത്ത് പിടിച്ചു. ഇതൊക്കെ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നു എന്നതുകൊണ്ട് ഈ സംഘടന കേരളത്തിൽ ആകമാനം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സംഘടനയാണ് എന്ന് അദ്ദേഹം BJP ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് NDA സഖ്യമാകുന്നത്. NDA സഖ്യത്തിൽ വന്നു എന്നുള്ള സത്യമാണ്. NDA അവർക്ക് ഈ തവണ ഏതാണ്ട് 19 സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി അവസരങ്ങൾ കൊടുക്കുന്നു. അദ്ദേഹം കുറേ സിനിമാ താരങ്ങളെയും മിമിക്രി താരങ്ങളെയും പാട്ടുകാരെയും അങ്ങനെ തുടങ്ങി റീൽസിലേക്കൂടെയൊക്കെ ആളുകളെയൊക്കെ പലതരത്തിൽ ഏഷ്യാനെറ്റ് നടത്തുന്ന ബിഗ് ബോസ് താരങ്ങൾ അങ്ങനെ പറഞ്ഞ് പല ടൈപ്പ് ആളുകളെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. അതിൽ 2-3 സ്ഥാനാർത്ഥികൾക്ക് പിന്നെ വോട്ടില്ലാത്തത് കൊണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ മാറ്റേണ്ടി വെക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ സാബു ജേക്കബ് യഥാർത്ഥത്തിൽ BJP നേതൃത്വത്തെ പറ്റിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പ്രകാരമാണെങ്കിൽ സാബുവിനെ ശരിക്കും പറഞ്ഞാൽ വട്ടായിപ്പോയി എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷേ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഇതിന് വട്ടായിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് യാഥാർത്ഥ്യ ബോധമുണ്ട്. പക്ഷേ ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമാണ് ഞങ്ങൾ ഇത്തവണ അധികാരത്തിൽ വരുമെന്നും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി
ഈ മെയ് മാസം ഏതാണ്ട് 10-ാം തീയതിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നൊക്കെ രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം ഈ സംഭവങ്ങളെല്ലാം ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന വളരെ വ്യക്തമായൊരു സാധനം, രണ്ട് മുന്നണികളെയും പരീക്ഷിച്ച് പരാജയപ്പെട്ട കേരളത്തിൽ മൂന്നാമതായ ഒരു മുന്നണി NDA അധികാരത്തിൽ വരും, അതിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഭാഗമായി കൊണ്ട് സാബുവിൻ്റെതായ ചില സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ 2020 പോലെയുള്ള അരാഷ്ട്രീയ സംഘടന എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തരത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഈ മുന്നണി പ്രവേശനവും അതുപോലെ തന്നെ ഇത്രയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമുള്ള ഈ സംഘടന, അദ്ദേഹം ഈ സംഘടനയെ പിന്നീട് BJP-യിലേക്ക് കൊണ്ടുപോയി കെട്ടിയതോടുകൂടി, ഈ BJP-യുടെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടിയതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഈ 2020 എന്ന സംഘടന അവിടെ തീർന്നിട്ടുണ്ട്. 2020യുടെ കൂടെ നിന്നിരുന്ന ഈ എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹം സംഭവിപ്പിക്കുമെന്ന് തോന്നി ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന എല്ലാ ആളുകളും തിരിഞ്ഞോടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അതുകൊണ്ട് ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി എല്ലാവർക്കും മനസ്സിലാവും 2020ക്ക് യാതൊരു തരത്തിലും ജനങ്ങൾക്കിടയിൽ ഒരു ഗ്രിപ്പും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പോട് കഴിക്കുക. കാരണം കുന്നത്തുനാടിൽ കഴിഞ്ഞ തവണ ശ്രീനിജൻ ജയിക്കാണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടെ വ്യക്തമായി 4 സ്ഥാനാർത്ഥികൾ ശക്തമായി ഉണ്ടായതാണ്. UDF-നും LDF-നും അതുപോലെ തന്നെ NDA-ക്കും പോരാത്തതിന് ഏതാണ്ട് കിഴക്കമ്പലം പഞ്ചായത്ത് ഇരിക്കുന്ന കുന്നത്തുനാടിൽ വലിയ ശക്തിയായി നിന്നിരുന്ന 2020 കൂടി മത്സരിച്ചോടുകൂടിയാണ് ശ്രീനിജൻ അവിടെ ജയിക്കുന്നത്. ഇത്തവണ അവിടെ 2020 അല്ലല്ലോ മത്സരിക്കുന്നത്, NDA ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്ന് ഭിന്നിച്ചിരുന്ന വോട്ടുകളെല്ലാം BJP-ക്ക് മാത്രമായി ചുരുങ്ങുകയും ഈ UDF-നും LDF-നും ഭിന്നിച്ചിരുന്ന വോട്ടുകളൊക്കെ, ഈ LDF-നും UDF-നും BJP-ന്നൊക്കെ ഭിന്നിച്ചിരുന്ന വോട്ടുകളാണ് അന്ന് 2020 കിട്ടിയിരുന്നത്. ഈ 2020യുടെ വോട്ടുകൾ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരിക. 2020 എന്താണെന്ന് കേട്ടിട്ടില്ലാത്ത പത്തനംതിട്ടയിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും, കൊടുങ്ങല്ലൂരിൽ ഇവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ പോയി മത്സരിക്കുന്നു, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇവർ പോയി മത്സരിക്കുന്നു. കുണ്ടറയിലാണ് മത്സരിക്കുന്നത്. അപ്പം ഇവരുടെ പേര് പോലും കേട്ടിട്ടില്ല സ്ഥലങ്ങളിൽ 2020 മത്സരിക്കുന്നത് ഈ BJP അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ NDA അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയാണെന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. പക്ഷേ ഇതൊരു അരാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ള ഇതിനകം തന്നെ എല്ലാ ആളുകൾക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ സംഭവിക്കാൻ പോകുന്ന സ്ഥിതി കാലാകാലങ്ങളായി തൃപ്പൂണിത്തുറ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് നമുക്കറിയാം. ഈ സ്ഥലങ്ങളിലൊക്കെ BJP-ക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പോലും ഇല്ലാതാവുന്ന ചിത്രമാണ് ഉണ്ടാകുന്നതെന്നാണ്. ഈ യാഥാർത്ഥ്യമാണ് സാബുവിനെ നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല. കാരണം അദ്ദേഹം വലിയ ഒരു വ്യവസായിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വ്യവസായികളിൽ ഒരാളാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ചെറുതായി കാണുന്നില്ല. പക്ഷേ ആസ് എ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ബിഗ് സീറോ ആണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു ഇലക്ഷനാണ് ഇപ്പം നടക്കുന്നതെന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഖിൽ മാരാരുടെ പ്രചരണം, അതോടൊപ്പം തന്നെ അഞ്ജലി നായരുടെ പ്രചരണങ്ങൾ, വൈപ്പിനിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണങ്ങൾ, ഇതിനൊക്കെ ഏറ്റവും നമ്മളെ രസകരമാക്കി മാറ്റുന്നത് ഏറ്റുമാനൂരിൽ നിന്നുള്ള ഒരു റീൽസ് താരത്തിൻ്റെ ചില പ്രസ്താവനകളൊക്കെയാണ്. എത്ര ബാലിശമായിട്ടാണ് രാഷ്ട്രീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റുമാനൂരൊക്കെയുള്ള പല BJP നേതാക്കന്മാരും ഏറ്റുമാനൂരൊക്കെയുള്ള പല BJP നേതാക്കന്മാർക്ക് പോലും ഈ ഒരു സ്ഥാനാർത്ഥിയോട് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് സത്യം. അവർ തന്നെ ചോദിക്കുന്നത് എന്ത് തമാശയാണ് ഈ NDA നേതൃത്വം നടത്തുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കെ സുരേന്ദ്രനും ഉൾപ്പെടുന്ന മുരളീധരനൊക്കെ ഉൾപ്പെടുന്ന BJP-യുടെ പഴയകാല ആ നേതൃത്വം, അതായത് ഒറിജിനൽ BJP ലീഡർഷിപ്പ്, ഇത് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊള്ളട്ടെ. കാരണം ഇത് രാജീവ് ചന്ദ്രശേഖർ ആരാണെന്നും എന്താണെന്നും കേരളത്തിന് മനസ്സിലാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊള്ളട്ടെ. അതിനുശേഷം ഈ കംപ്ലീറ്റ് ആയിട്ട് BJP വാഷ് ഔട്ട് ആവുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2021 ഒന്നുമല്ല ഈ കേരള സംസ്ഥാനത്ത് എന്ന് മനസ്സിലാകുന്ന ഒരവസരത്തിൽ വീണ്ടും കെ സുരേന്ദ്രനും മുരളീധരനും പോലുള്ള പഴയ BJP നേതാക്കന്മാർക്ക് നേതൃത്വത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണാവസരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർക്ക് ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് പ്രതികരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. കാരണം കേന്ദ്ര നേതൃത്വം പൂർണ്ണമായിട്ടും രാജീവ് ചന്ദ്രശേഖറിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതല ഏറ്റെടുത്ത സമയങ്ങളിൽ നമുക്കറിയാം ഈ പറഞ്ഞ കെ സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ മുരളീധരനെയും ഒക്കെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലേക്ക് പോലും അവരെ ക്ഷണിക്കാത്തൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹം അങ്ങോട്ട് നടത്തട്ടെ തെരഞ്ഞെടുപ്പ്,
അതിനുശേഷം ഉണ്ടാകുന്ന ഒരു വലിയ പരാജയം, ആ പരാജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും രാജീവ് ചന്ദ്രശേഖരയുടെ തലയിൽ കെട്ടിവെച്ച് രാജീവ് ചന്ദ്രശേഖരെ വീണ്ടും കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നാട് കടത്താം എന്നൊരു ലക്ഷ്യം കൂടി ഈ പറഞ്ഞ BJP സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രഗത്ഭനായ ഒരു വ്യവസായിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വ്യവസായികൾ തമ്മിലുള്ള ഒരു അലയൻസും അവർ പരസ്പരം പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. അല്ല, ഇതിനകത്ത് വേറെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു രാഷ്ട്രീയ, കാരണം വെച്ചാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി അതാ പറഞ്ഞത് വെറുതെ പണം ചെലവാക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും അതുപോലെ തന്നെ ഒരിക്കലും ജയിക്കില്ലെന്ന് അറിഞ്ഞിട്ട് പോലും കൃത്യമായ ചിട്ടയാർന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് രാഷ്ട്രീയപരമായി ചില ഗുണങ്ങൾ പിന്നീട് ഭാവിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യം പോലും ഇല്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അത് അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായിരുന്ന ഒരാളല്ല എന്നുള്ളത് കൊണ്ടും വളരെ വളരെ ചെറിയ കാലത്തിനുള്ളിലാണ് അദ്ദേഹം പിന്നീട് BJP-യിലെത്തുന്നതും ആദ്യഘട്ടത്തിൽ അദ്ദേഹം MP ആവുന്നത് രാജ്യസഭാംഗമാകുന്നതൊന്നും BJP-യിലൂടെ ആയിരുന്നില്ല. BJP അദ്ദേഹത്തെ പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ള ദത്തെടുത്താണ്, മോദി ദത്തെടുത്ത ഒരു വ്യവസായിയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളം പോലുള്ള ഒരു സ്റ്റേറ്റ് പിടിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുന്നു. അദ്ദേഹത്തിന് മലയാളി വേരുകൾ മാത്രമേ ഉള്ളൂ. മലയാളം അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു പ്രസംഗം നടത്താൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് കുറ്റം പറയല്ല, കാരണം അദ്ദേഹം ഒരിക്കൽ പോലും കേരളത്തിൽ അധികകാലം കഴിച്ചു കൂട്ടിയിട്ടില്ലാത്തത് കൊണ്ടും വ്യവസായിയായും അല്ലാത്തയും ഒക്കെ അദ്ദേഹം പുറത്താണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മലയാളം അത്ര പറയാൻ പറ്റും, ശുദ്ധ മലയാളം അറിയാത്ത ഒരാളാണ്. പക്ഷെ അതല്ല വിഷയം. ശുദ്ധമായി മലയാളം പറയാൻ അറിയുന്നില്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതേ രോഗം തന്നെയാണ് സാബു ജേക്കബിനും സംഭവിച്ചെന്നുള്ളത്. സാബു ജേക്കബ് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എല്ലാ മാസവും സന്ദർശനം നടത്തുന്ന ആളായിരുന്നു പിണറായി വിജയൻ എന്നും പിണറായി വിജയനായിട്ട് വളരെ അടുപ്പം എനിക്കുണ്ടായിരുന്നു എന്നും അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ വേണ്ടി പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പിണറായി വിജയനെ അറിയാം, പക്ഷേ പിണറായി വിജയനും അതുപോലെ തന്നെ പിണറായി വിജയൻ നയിക്കുന്ന പാർട്ടിയുടെയൊക്കെ പ്രവർത്തന രീതികളെക്കുറിച്ച് ഒരിക്കൽ പോലും പഠിക്കാൻ തയ്യാറായിട്ടില്ല. കേരളത്തിൽ അദ്ദേഹം ഏറ്റവും കൂടെ എതിർത്തിരുന്നത് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പഠിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ വന്നണഞ്ഞിരിക്കുന്ന BJP എന്ന പ്രസ്ഥാനം ദേശീയ തലത്തിൽ എങ്ങനെയാണ് വളർന്നു പന്തലിച്ചതെന്നും പഠിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അദ്ദേഹത്തിന് പണമുണ്ട്, പണം കൊടുത്ത് എന്തും മേടിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയും നമ്മൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കുറേ പെയ്ഡ് സ്ഥാനാർത്ഥികളെ ഇറക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാകുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരാളായി മാറുന്നില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഇദ്ദേഹം വെറും വ്യവസായി മാത്രമാണ്, ലാഭനഷ്ട കണക്കുകൾ മാത്രം കണക്കൂട്ടുന്ന ഒരു വ്യവസായിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇദ്ദേഹം മത്സരിക്കുന്നതും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ്. കാരണം 19 സ്ഥാനാർത്ഥികളെ നിർത്തി അദ്ദേഹം ഒരു പോരാട്ടം നടത്തുന്നത് വരും കാലത്ത് അദ്ദേഹത്തിന് രാജ്യസഭാ അംഗമൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട കുറെ 2020-കാരുണ്ടായിരുന്നു. ഈ 2020 എന്നുള്ള പേര് പോലും സത്യത്തിൽ അശ്ലീലാണെന്ന്. അതുകൊണ്ട് ഇത്തരം ഒരു അശ്ലീല പാർട്ടിയുടെ പുറകെ പോയി എന്നുള്ളത് വലിയ തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞ് കുറെ ആളുകൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ആളുകൾ ബാക്കിയുണ്ട്. അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഒരു ഫലം കൊണ്ട് കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ അശ്ലീല പാർട്ടി, അല്ലെങ്കിൽ പാർട്ടി എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഈ സംഘടന ഇല്ലാതാവും, അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെടും എന്നുള്ളതന്നെ നമ്മളിൽ കാണേണ്ടത്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവസാനം സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ സാബു ജേക്കബിന് ചികിത്സ തേടി ഉളമ്പാറയിലേക്ക് പോകേണ്ടി വരും. ഉളമ്പാറയേക്കാൾ നല്ലത് കുറച്ചും കൂടി നല്ലത് കുതിരവട്ടത്താണ്. നല്ല ചികിത്സ. അപ്പോൾ പതുക്കെ നമുക്ക് തൊട്ടടുത്ത സെമിത്തേരിയിലേക്ക് 2020-യുടെ ഒരു യാത്ര കൂടി സംഘടിപ്പിക്കേണ്ടി വരും എന്നതിനപ്പുറത്തേക്കുള്ള ഒരു നേട്ടവും ഈ തെരഞ്ഞെടുപ്പിൽ 2020 ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം.